നമസ്കാരം. പലർക്കുമുള്ള മോഹമാണ് ചിലരുടെ പ്രസംഗം കേട്ടിട്ടോ, ഭംഗിയാർന്ന പ്രസംഗം കേട്ടിട്ട് അതുപോലെ എനിക്കും പ്രസംഗിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ എനിക്കും പ്രസംഗിക്കണമെന്ന ആഗ്രഹം. നല്ലതാണ് ചില പ്രസംഗത്തെ അനുകരിക്കാൻ നമുക്ക് തോന്നും. 100% ഒരു പ്രസംഗത്തെ അനുകരിക്കാൻ, ഒരു കലയെ അനുകരിക്കാൻ ആർക്കും ആവില്ല. എന്നാൽ ഏതൊരു കലയെയും 1% അനുകരിക്കാത്ത ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ ആദ്യം മനസ്സിൽ കരുതേണ്ടത് എങ്ങനെ പ്രസംഗം തുടങ്ങാമെന്നതാണ്. നമ്മൾക്ക് എങ്ങനെ ഒരു പ്രസംഗകൻ അഥവാ പ്രസംഗക ആവാം എന്നതാണ്. അതിനുശേഷം മതി, ഒരു ഇരുത്തം വന്നിട്ടും മതി, നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കണമോ അതോ നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച്, സംഭാഷണ രീതി ശൈലി കാത്തു സൂക്ഷിച്ച് മുൻപോട്ട് പോകണമോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ രീതിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കില്ല. എന്തുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം വരുന്നത് എന്നതല്ലേ? ഒരു പുതിയ വാഹനം കണ്ടാൽ നമുക്കത് വാങ്ങണമെന്ന് തോന്നും, അല്ലെ? അതിനോടൊരു ആകൃഷ്ടത തോന്നും. മറ്റുള്ളവർ ഒരു വലിയ വീട് വെച്ച് കണ്ടാൽ അതുപോലെ ഒന്ന് എനിക്ക് വെക്കണം, അല്ലെങ്കിൽ അതുപോലെ ഒന്നിൻ്റെ ഉടമസ്ഥനാവണം എന്നൊരാഗ്രഹം നമുക്ക് വരും, അല്ലേ? വസ്ത്രധാരണ രീതി, മേക്കപ്പ് ഒക്കെ നമ്മൾ കോപ്പി അടിക്കാറുണ്ട്. ഇതുപോലെ ഒരാഗ്രഹം മാത്രമാണ് മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം എന്ന ഒരാഗ്രഹം വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരുടെ പ്രസംഗം കേട്ടിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് എന്ന്. ആഗ്രഹം ഒരിക്കലും തെറ്റല്ല. ആദ്യം നമ്മൾ ഒരു പ്രസംഗകൻ അല്ലെങ്കിൽ ഒരു പ്രസംഗക ആവാനാണ് ശ്രമിക്കേണ്ടത്. കേവലം 9 മണിക്കൂർ മാത്രം മതി ഒരു നല്ല പ്രസംഗകൻ പ്രസംഗക ആവാൻ എന്ന കാര്യം മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരപ്പെടുമെങ്കിൽ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.